ബേക്ക് ചെയ്യാൻ വെച്ചപ്പോൾ ഫയറെല്ലാം അടിക്കണേ കേൾക്കണേ. ഇത് ഓഫ് ചെയ്യാൻ പോവാം. ഇപ്പോൾ നമ്മുടെ പോർക്കിൻ്റെ റിബ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സാലഡാണ് കഴിക്കുന്നത്. ഇത് ഞങ്ങൾ കോസ്കോയിലെ ഷോപ്പിങ്ങിന് വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ പോർക്കിൻ്റെ റിബ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചു. ഇത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് ബേക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഇരിക്കുവാണ്. ഒരു ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു, ഞങ്ങളിത് പോകാൻ തുടങ്ങുവാണ്. ഇവിടെ പോർക്കിൻ്റെ റിബ് ഇത് ഇത്ര നീളത്തിലുള്ള 2 പീസ് ഉണ്ടായിരുന്നു. ഞാനത് ഒരു പീസ് എടുത്ത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ പീസ് ഇത്രയും വലുതാണ്. അപ്പോൾ ഇത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇങ്ങനെ 2ആയിട്ട് വെക്കാൻ പോവാം. അപ്പോൾ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇനി ബേക്ക് ചെയ്യാൻ പോവാണ്. ബേക്ക് ചെയ്യണത് 500 ഡിഗ്രി ഫാരൻഹീറ്റിൽ ആക്കിയിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട് കയറ്റി വെക്കുന്നത്. അപ്പോൾ ഇതിന് 500 ഡിഗ്രി ഫാരൻഹീറ്റിൽ 20 മിനിറ്റ്സ് ഇങ്ങനെ തുറന്ന് വെച്ച് ബേക്ക് ചെയ്യണം. അതിനുശേഷം അത് എടുത്തിട്ട് പിന്നെ അത് കവർ ചെയ്തിട്ട് വീണ്ടും ബേക്ക് ചെയ്യണം. എന്നാലാണ് ഇത് നല്ല ക്രിസ്പി ആൻഡ് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. 300 ആയിട്ടുള്ളൂ. 500 ആയി കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ട് കയറ്റി വെക്കണം. അപ്പോൾ 500 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഇതെടുത്ത് വെക്കാൻ പോവുകയാണ്. 20 മിനിറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്യണം ഇനി ടൈമർ. അപ്പോൾ 20 മിനിറ്റ് സെറ്റ് ചെയ്തു. നമ്മുടെ പോർക്ക് എടുത്ത് വെക്കാൻ പോവാണ്. റിബ്, പോർക്കിൻ്റെ റിബ് അകത്തായി വെച്ചിട്ടുണ്ട് അവൻ്റെ. ഇനി ഇത് അടച്ച് 20 മിനിറ്റ് കഴിയുമ്പം നമുക്കിത് എടുക്കണം. അപ്പോൾ ഇത് തുറന്നാണ് വെക്കുന്നത്. 500 ഡിഗ്രി ഫാരൻഹീറ്റിൽ 20 മിനിറ്റിന് വെക്കാനാണ് പറഞ്ഞേക്കണേ. പക്ഷേ 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഫയർ അലാം അടിച്ചു. പിന്നെ ഞാൻ ഓഫ് ചെയ്തെല്ലാം തുറന്നൊക്കെ ഇട്ടിട്ട് പിന്നെ അടുത്ത് കവർ ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഇത് അലുമിനിയം ഫോയിൽ വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്തു. ഇനി ഇത് 350 ഡിഗ്രിയിൽ 1 അവർ ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി അവനിൽ 350 ആക്കിയിട്ട് ഞാൻ 1 അവർ സെറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ 1 അവർ ഞാൻ സെറ്റ് ചെയ്തു. ഇനി ഞാനിതെടുത്ത് അവനിലേക്ക് വെക്കുവാണ്. അപ്പോൾ സംഗതി അകത്ത് വെച്ചു. ഇനി 1 അവർ കഴിഞ്ഞിട്ട് വന്നാൽ മതി. നമ്മുടെ പോർക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പുറത്തെടുക്കാൻ പോവുകയാണ്. പോർക്കിൻ്റെ റിബ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സാലഡാണ് കഴിക്കുന്നത്. സാലഡ് എടുത്തുകൊണ്ട് വരാം. ഇത് ഞാൻ ഉണ്ടാക്കിയ സാലഡ് കേക്കിൻ്റെ പീസാണ്. അപ്പോൾ കോസ്കോയിലെ പോർക്കിൻ്റെ റിബ് ഇങ്ങനെ ഉണ്ടാക്കിയ സൂപ്പറാണ്, അടിപൊളി. താങ്ക് യു ഫോർ വാച്ചിങ്.